ഗൃഹാതുരത്വം വിളിച്ചോതുന്ന ഈ ക്ഷേത്രം എപ്പോഴും എൻ്റെ മനസ്സിലെ അടുത്ത ക്ഷേത്രം തന്നെയാണ്. ജനിച്ചു വളർന്ന നാടിൻ്റെ ഐശ്വര്യവും ശാന്തിയും എപ്പോഴും ഞാൻ ഈ നജഫ്ഗഡ് ക്ഷേത്രത്തിൽ കാണുന്നുണ്ട്. ദേവീ സ്തുതികളാൽ അഭൗമമായ ഊർജം പ്രസരിക്കുന്ന ക്ഷേത്രാങ്കണത്തിൽ നിന്നപ്പോൾ ഉള്ളിൽ തോന്നിയത്, മലയാളി എവിടെ വസിച്ചാലും കേരള സംസ്കൃതിയിൽ നിന്നും വ്യതിചലിക്കാതെ ഉത്സവങ്ങളും പൈതൃകമായി കിട്ടിയ ആചാരാനുഷ്ഠാനങ്ങളും നിഷ്ഠയോടെയും ചിട്ടയോടെയും അനുവർത്തിക്കുന്നുവല്ലോ എന്നുള്ള അഭിമാനമാണ്. രക്തോത്പലം ബിഭ്രതി സൗമ്യാം രത്നഘടസ്ഥ രക്തചരണാം ധ്യായേത് പരാമംബികാം അരുണാം കരുണാം തരംഗിതാക്ഷീം ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനി. പൊങ്കാലയുത്സവത്തിന്റെ കാലമായ ഫാൽഗുന മാസത്തിൽ നജഫ്ഗഡ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാലയിൽ പങ്കുകൊള്ളാനായാണ് ഞങ്ങളും ഈ അവസരത്തിൽ ഇവിടെ എത്തിയത്. പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തൊട്ടു മുൻപുള്ള ഞായറാഴ്ചയാണ് നജഫ്ഗഡ് ഭഗവതിക്കും പൊങ്കാലയുത്സവം. സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനി ശ്രീവിദ്യാം. പുലർച്ചെ ഗണപതി ഹോമത്തിൽ തുടങ്ങിയ പൂജാതി കർമ്മങ്ങളിൽ സന്തുഷ്ടിയായി വിവിധ വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളാലും ഹാരങ്ങളാലും അലങ്കൃതമായ ശ്രീകോവിലിനകത്ത് അലങ്കാര ദീപങ്ങളുടെ പ്രഭയിൽ സർവാഭരണ വിഭൂഷിതയായി ശ്രീഭഗവതി ഭക്തജനങ്ങൾക്ക് നേരെ ചൈതന്യം വർഷിച്ച് സുസ്മേരവദനയായിരിക്കുന്ന കാഴ്ച ഹൃദയം കുളിർപ്പിക്കുന്നതായിരുന്നു. ദില്ലിയിലെ നേർത്ത മഞ്ഞു പൊഴിയുന്ന പ്രഭാതത്തിലെ കുളിരു വകവയ്ക്കാതെ ഭക്ത്യാദരപൂർവം അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാനായി ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജാതിമതഭേദമന്യേ മലയാളി കുടുംബങ്ങൾ നജഫ്ഗഡ് ദേവീക്ഷേത്രത്തിലേക്ക് പ്രവഹിക്കുകയായിരുന്നു. അതെ, അതൊരു നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു. ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷു. കേരളം വിട്ടാൽ ആദ്യമായിട്ട് നടത്തിയത് ഇവിടെയാണ്. ഇത് കണ്ടിട്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും അത് അനുഭവിക്കുന്നുണ്ട്. ആദ്യത്തെ വർഷം 501 പൊങ്കാല ഉണ്ടായിരുന്നു. ഈ വർഷം 3600ഓളം പൊങ്കാല ഉണ്ടായി. അത് ഈ അമ്പലത്തിൻ്റെ പ്രസിദ്ധിയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അമ്മയുടെ ദർശനം അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പൂജ കഴിഞ്ഞ് ചൈതന്യവത്തായ ദേവീ ദർശനത്തിൽ ആഹ്ലാദചിത്തരായി നിറഞ്ഞ മനസ്സോടെ നാളെയിലേക്കുള്ള പ്രത്യാശയോടെ ഹൃദയത്തിൽ മന്ത്രാക്ഷരികൾ ഉരുവിട്ട് ഭക്തർ പൊങ്കാലക്കലം ഏറ്റുവാങ്ങുകയായിരുന്നു. മനോഹരമായ അലങ്കാരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് പൊങ്കാലയടുപ്പുകൾക്ക് മുന്നിൽ കാത്തുനിൽക്കുന്ന സ്ത്രീകളെ കണ്ടപ്പോൾ കേരളത്തിന് പുറത്ത് ഇത്രയും വിപുലമായ രീതിയിൽ പൊങ്കാല കൊണ്ടാടുന്ന ഭക്തിയുടെ ഈ സമർപ്പണത്തിന് നേരെ ആദരവ് തോന്നി. ശ്രീകോവിലിനുള്ളിൽ നിന്നും ദേവീ കടാക്ഷമേറ്റുവാങ്ങി പഞ്ചവാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പണ്ടാരയടുപ്പ് കത്തിക്കുന്ന ഈ ദിവ്യമായ കാഴ്ചയിൽ ഹൃദയം നിറഞ്ഞ ഭക്തിയോടെ ദേവീ പ്രീതിക്കായി ശിരസ് നമിച്ച് കൈകൾ കൂപ്പി നിന്നു ആ ദിവ്യ തേജസ്സിനു മുന്നിൽ.
അടുപ്പിൻ കല്ലുകളിൽ എരിയുന്ന കർപ്പൂരത്തിൽ നിന്നും വമിക്കുന്ന സുഗന്ധം ആവാഹിച്ച് നാളികേരമുറിയിൽ എരിയുന്ന തിരുനാളം പോലെ ഹൃദയം ഭക്തിയിലെരിഞ്ഞ് പണ്ടാരയെടുപ്പിൽ നിന്നും കത്തിച്ച ജ്വാല ഏറ്റുവാങ്ങാനായി ഭക്തർ കാണിക്കുന്ന ആവേശം അതിശയിപ്പിക്കുന്നതായിരുന്നു. ഭക്തിയുടെ തീവ്രതയിൽ സ്വയം മറന്ന് തനിക്കും ഭഗവത് ചൈതന്യത്തിനുമിടയ്ക്ക് മറ്റൊന്നുമില്ലാത്ത, മറ്റാരുമില്ലാത്ത അഹം എന്ന ഭാവം വിട്ടൊഴിഞ്ഞ ഭക്തിയുടെ ദിവ്യവും ഭ്രാന്തവുമായ നിമിഷങ്ങൾ. ആദരവോടെ കത്തിച്ച അടുപ്പിനുമേൽ പ്രാർത്ഥനാനിരതമായ ഏക മനസ്സോടെ സർവൈശ്വര്യങ്ങളും കാക്ഷിച്ച് ദേവിക്ക് ഇഷ്ടനിവേദ്യമർപ്പിക്കാനായി അരിയിടുന്ന സ്ത്രീകൾ ഹൃദയശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കുക തന്നെയാണ്. മുനിഞ്ഞു കത്തുന്ന അടുപ്പിൽ നിന്നുള്ള പുകയേറ്റ് ദേവീനാമങ്ങൾ ഉരുവിട്ട് തിളയ്ക്കുന്ന പൊങ്കാല നിവേദ്യത്തിലേക്ക് തപിക്കുന്ന ഹൃദയത്തിലെ ഭക്തിയും ദേവിക്ക് സമർപ്പിച്ച് എല്ലാം മറന്ന് അടുപ്പിലെ ചൂടേറ്റുവാങ്ങി കാത്തിരിക്കുന്ന സ്ത്രീകളും പെൺകിടാങ്ങളും. ഇവിടെ സ്ത്രീകൾ തങ്ങളെ ദേവീപാദങ്ങളിൽ സമർപ്പിച്ച് പൊങ്കാലയിടുമ്പോൾ ശ്രീകോവിലിനു മുന്നിൽ ദേവീ കീർത്തനങ്ങളും ഭജനകളും ആലപിച്ച് ക്ഷേത്രാങ്കണം ചൈതന്യം നിറഞ്ഞ് പ്രഭാപൂരിതമാവുകയായിരുന്നു. അഭീഷ്ടസിദ്ധിക്കായി ദേവിക്കർപ്പിക്കുന്ന നിവേദ്യമാണ് പൊങ്കാല. പൊങ്കാലകൾ പല വിധത്തിൽ കൊണ്ടാടുന്നുണ്ട്. ആഗ്രഹ ഫലപ്രാപ്തിക്കും അസുഖങ്ങൾ മാറാനുമായി വഴിപാടായി വെള്ളപ്പൊങ്കാലയും, ഐശ്വര്യസമൃദ്ധിക്കായി നിവേദ്യ പായസവും, ശത്രുസംഹാരത്തിനായി അരവണയും, തലവേദനയ്ക്കും മറ്റും നേർച്ചയായി മണ്ടപുറ്റും ദേവിക്ക് പ്രിയമുള്ള പൊങ്കാലകൾ തന്നെ. സാധാരണ നിലയിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് പൊങ്കാലയിടണമെന്നാണ് പറയുന്നത്. ഇരുന്ന് പൊങ്കാലയിടാൻ പാടുള്ളതല്ലെന്നും പറയപ്പെടുന്നു. അതെന്തായാലും സർവവ്യാപിയായ ഈശ്വര ചൈതന്യത്തിനു മുന്നിൽ ഇരുന്നാലും നിന്നാലും എല്ലാം ഒന്നു തന്നെ. പൊങ്കാല നിവേദ്യം തയ്യാറായെന്ന സ്ത്രീകളുടെ കുരവയോടെ ദേവീ സമർപ്പണത്തിനായി പൂജാരി തീർത്ഥം തളിച്ച് പവിത്രമാക്കി പൊങ്കാല നിവേദ്യങ്ങൾ. പൊങ്കാല കഴിഞ്ഞ് അഭിഷേകത്തിനായുള്ള കലശപൂജ തന്ത്രവിധികളോടെ ശ്രീകോവിലിനു മുന്നിൽ ആരംഭിച്ചു. പഞ്ചവാദ്യമേളങ്ങൾ കൊണ്ട് പ്രകമ്പിതമായ അന്തരീക്ഷത്തിൽ മണിനാദം മുഴക്കി തീർത്ഥം തളിച്ച് പൂജാതി കർമ്മവിധികളോടെ നിറഞ്ഞു കത്തുന്ന നിലവിളക്കുകളുടെ പ്രഭയിൽ ശംഖനാദം മുഴക്കി കർപ്പൂരമൊഴിഞ്ഞ് കലശം നിറയ്ക്കുകയായി. ചൈതന്യവർദ്ധകങ്ങളായ ക്രിയകളാണ് കലശങ്ങൾ. പാല്,
തൈര്, തേൻ, പഞ്ചഗവ്യം തുടങ്ങിയ ദ്രവ്യങ്ങൾ കലശത്തിൽ നിറച്ച് പൂജിച്ച് അഭിഷേകം ചെയ്യുന്നതിന് ദ്രവ്യകലശമെന്നും, ദ്രവ്യകലശത്തോടൊപ്പം പീഠ ബിംബ സന്ധിയിൽ അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കുന്ന ക്രിയയ്ക്ക് അഷ്ടബന്ധ കലശമെന്നും, 11 ദിവസം നീണ്ടുനിൽക്കുന്ന ക്രിയകൾ ചെയ്യുന്നതിനെ നവീകരണ കലശമെന്നും പറയുന്നു.